നില തന്നെ പരസ്യമായി പറയുന്നു. ഈ തരത്തിൽ പോലീസ് സേനക്കാകമാണ് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോലീസിന് മാതൃകയാണ്. അതായത് കേരളത്തിലെ പോലീസ് ആ പോലീസ് സേനക്കാകമാനം അപമാനം വരുത്തി വെച്ചിരിക്കുന്ന ഈ സുജിക്കാസ്, അജിത് കുമാർ തുടങ്ങിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള എല്ലാ അതിക്രമങ്ങൾക്കും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി മറ്റന്നാളെ SP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഇതിപ്പോ ഭരണകക്ഷി MLA ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രക്ഷോഭത്തിലാക്കി. അത് ശരിയല്ല. ഇപ്പൊ ഞാൻ സ്വാഗതപത്രത്തിൽ പറഞ്ഞത് സുജിദാസിന്റെ കാലഘട്ടത്തിൽ ഈ ഭരണകക്ഷി MLAയും ഘടകകക്ഷികളുമൊക്കെ പറയുന്നതിന് മുമ്പ് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറയുകയും SP ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പൊ ഭരണകക്ഷി MLAക്ക് ഏറ്റുപിടിക്കേണ്ടി വന്നു എന്നതാണ് യഥാർത്ഥം. ഈ ഭരണകക്ഷി MLA മാത്രമല്ല, ആ പാർട്ടിക്കകത്ത് ഉത്തരവാദപ്പെട്ട പല ആളുകൾക്കും ഇത് അഭിപ്രായമുണ്ട്. പക്ഷെ അവർക്കത് പാർട്ടിയുടെ ചട്ടക്കൂട് നിലനിർത്തുന്നതുകൊണ്ട് അത് പുറത്തു പറയാൻ കഴിയുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. അവിടെ കേരളം ഭരിക്കുന്ന സഖാ പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ആഭ്യന്തര വകുപ്പെങ്കിലും ഒഴിയണം, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം എന്ന് ഞങ്ങളിപ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഒഴിഞ്ഞോണമെന്നില്ല. എന്നാൽ കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട ആഭ്യന്തരമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് നിങ്ങൾ ദിവസേന എന്നോണം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇരുത്തിയിട്ടുണ്ട്. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കഴിഞ്ഞ കാല പാരമ്പര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളിവിടെ പറയുന്നത് ശരിയല്ല. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഇരുത്തിയതിന് ഇതുപോലെയുള്ള ക്രിമിനൽ സംഘങ്ങൾക്ക് പാർട്ടിയുടെ തണലിൽ തഴച്ചു വളരാൻ അവസരമൊരുക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ഭരണകക്ഷിയിലെ തന്നെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമായിട്ടുള്ള MLA വളരെ പരസ്യമായി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചിട്ട് എന്താണ് എത്ര ആളുകൾ പാർട്ടിക്കകത്ത് വേറെ ഉണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ ഇത് കുറച്ച് ദിവസം പൊളിറ്റിക്കൽ സെക്രട്ടറി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നു? അല്ലെങ്കിൽ ഇവിടെ ഭരണം നടക്കുന്നുണ്ടോ? കേരളം ആകെ ഭരണസ്തംഭനല്ലേ? നാട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ക്യാബിനറ്റ് പേരിന് മാത്രം പിണറായി ചേരും, പിണറായി വിജയൻ പറഞ്ഞത് കേട്ട് മറ്റു മന്ത്രിമാർ ഇറങ്ങിപ്പോകും എന്നല്ലാതെ എന്തെങ്കിലും സംഗതികൾ നടക്കുന്നുണ്ടോ? അങ്ങനെ